കുചേലൻ അവിലുമായിട്ട് പോയ കഥ ഭാരതത്തിൽ അറിയാത്തവർ ഇല്ല. അതേ കഥ തന്നെ അനവധി ആംഗിളിൽ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പലതും എഴുതും, നൂറുകണക്കിന് പ്രഭാഷണത്തിൽ പറയും, അത് ചിലപ്പോൾ ധന്യമീതത്തിലും പറയും. പക്ഷെ ആവർത്തനമല്ല, പല ഏംഗിളിലാണ് പറയുന്നത്. ജീവാത്മാവ് പരമാത്മാവിനെ തേടിപ്പോണ യാത്രയാണ് കുചേലനും കൃഷ്ണൻ്റെ കഥ. ഒരൊറ്റ അർത്ഥമേ ഉള്ളൂ, ജീവാത്മാവ് പരമാത്മാവിനെ കാണാം. പോകുമ്പോൾ എന്ത് പോകണം? അവിലും കൊണ്ട് പോകണം. നമ്മളും അവിലും കൊണ്ട് വേണം പോകാൻ. കൃഷ്ണന് അവില് ഇഷ്ടമാണെന്ന് വിചാരിച്ചിട്ട് അവില് വാങ്ങി കൊണ്ടു കൊടുക്കുന്നവർ ഉണ്ട്. വറുത്ത ധാന്യമാണ് അവില്. അതിനി കുത്തിയിട്ടാൽ മുളയ്ക്കില്ല. മുളപ്പിച്ചത് ധാന്യമല്ല, ധാന്യം മുളപ്പിച്ചു, പിന്നീട് വറുത്തു, അത് കഴിഞ്ഞിട്ട് അവിലിടിച്ചു. അതിന് കുത്തിയിട്ടാൽ മുളയ്ക്കില്ല. ജീവിതത്തിൽ ഇനി മോഹങ്ങൾ കുറയ്ക്കണം. ആ മോഹങ്ങൾ കുറഞ്ഞിട്ടുള്ള അവിലുമായിട്ട് വേണം കൃഷ്ണനെ കാണാൻ പോകാൻ. നമ്മുടെ മോഹമൊക്കെ നമ്മളൊന്നും എടുക്കുക. നല്ല കാരണവന്മാർ പറഞ്ഞ ചില മോഹമുണ്ട്. ആളുകളെ കൊണ്ട് വയ്യാന്ന് പറയിപ്പിക്കാതെ ഇവിടുന്ന് പോയി കിട്ടണ തരക്കടൊന്നുമില്ല. ഒരു വ്യക്തിയുടെ ഭാഗ്യനിർഭാഗ്യങ്ങൾ നിശ്ചയിക്കുന്നത് മരണത്തിലൂടെയാണ്. കുഴലിട്ട് കുറെ കാലം കിടന്ന് ഓരോരോ അവയവങ്ങൾ മാറ്റിവെക്കണം. ഒരവയവം മാറ്റിവെക്കാൻ 40 ലക്ഷം രൂപ ചിലവുണ്ട്. എന്താ ഈ 40 ലക്ഷത്തിൻ്റെ കഥ കണക്കെങ്ങനെയാണെന്ന് ആരും ചോദിക്കാറില്ല. 5 രൂപ കുറവുണ്ടോ? കൃത്യം 40 ലക്ഷം. വേറൊന്നിന് 60 ലക്ഷം. എന്തിനങ്ങനെ കിടക്കണം? അവരുമായിട്ട് പോകുമ്പോൾ കൃഷ്ണന്റെ രാജധാനിയിലേക്ക് സുദാമാവ് പോകുമ്പോൾ സുദാമാവിൻ്റെ വീട് ഇപ്പോൾ ഉണ്ട്, ഒരുവിധം ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. കുചേലൻ്റെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട്. കന്യാകുമാരി മുതൽ ഹിമാലയം വരെ എന്നുള്ള പുസ്തകത്തിൽ സുദാമാപുരിയിൽ പോയ കാര്യമുണ്ട്. അപ്പോൾ ഈ പോയ അവിലുമായിട്ട് പോയത് ഒരു 40 കിലോമീറ്റർ ദൂരം വരും. അതൊക്കെ ഇപ്പോഴത്തെ 40 കിലോമീറ്ററാണ്. അന്ന് ഭൂമിശാസ്ത്രപരമായിട്ട് ഇതൊക്കെ മാറിയില്ലേ. അനുദിനം ശാസ്ത്രങ്ങളും നമ്മുടെ ചുറ്റുമുള്ളതൊക്കെ മാറുന്നതുകൊണ്ട് പണ്ടത്തെ ശേഷം കാലഘട്ടത്തിൽ മാറി. പുതിയ യുഗങ്ങൾ വന്നില്ലേ, മാറ്റങ്ങൾ വന്നില്ലേ. ഇവിടെ വിഷയം ഇതല്ല. സുധാമാവ് അവിടേക്ക് വന്നു. അപ്പോൾ കൃഷ്ണനുണ്ട്, രുക്മിണിയുണ്ട്, ലക്ഷ്മി ഭഗവതി. കുചേലൻ വന്നു. അയ്യോ, ഫ്രണ്ടിനെ കണ്ടപ്പോൾ കൃഷ്ണന്റെ സന്തോഷം സഹിക്കാൻ വയ്യ. എനിക്ക് എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോന്ന്. കൊണ്ടുവന്നുണ്ടോയെന്ന് ചോദിക്കുമ്പോൾ കുചേലന് കൊടുക്കാൻ മടി. കൃഷ്ണനെ പോലെ ഒരാൾക്ക് കൊടുക്കാൻ കൊണ്ടുവന്നിരിക്കണ അവില് അതന്നെ പലവരുടെ നിന്നും എരന്ന് വാങ്ങിയിട്ടുള്ള ധാന്യം കൊണ്ടുള്ളതാണ് കൊടുക്കുന്നത്. കഥകളിക്കാരൊക്കെ വളരെ ഭംഗിയായിട്ട് ഈ രംഗം അവതരിപ്പിക്കും. ആ കുചേലന്റെ നാണക്കേടും ഇതൊക്കെ അവസാനം കൃഷ്ണൻ എന്തോ കയ്യിലുണ്ട് കേട്ടോ എന്ന് വന്നങ്ങോട്ട് വാങ്ങുമ്പോൾ ഞാനിപ്പോൾ പറയുന്ന കഥയിൽ രുക്മിണി ചോദിച്ചു. രുക്മിണി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി, ഏത് വഴിക്കാ വരണേ? രുക്മിണി സന്തോഷമായി. ഇത് ചോദിച്ചൊക്കെ ശരി. ഏത് വഴിക്കാണ് വരുന്നതെന്ന് പറയുമ്പോൾ കൊട്ടാരത്തിലേക്ക് പല വഴികളുണ്ട്. എൻ്റെ വീട്ടിലേക്ക് ഇപ്പോൾ ഗേറ്റ് കടന്നിട്ട് വരുന്ന ഒരു വഴിയേ ഉള്ളൂ. നമ്മുടെയൊക്കെ വീട്ടിലേക്ക് ഒരു വഴിയേ ഉള്ളൂ. ചില വീട്ടിലേക്ക് ഒന്നു കൂടുതൽ വഴികൾ ഉണ്ടാകും. ഇനി അഥവാ വന്നാൽ ഏതിലെയാണ് വരുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടാവും. ഏത് വഴിക്കാണ് വരുന്നതെന്ന്
ഇതിപ്പോൾ ഞാൻ എൻ്റെ സ്വകാര്യ മുറിയിലിരുന്നിട്ടാണ്, കോഴിക്കോട് മാങ്കാവിലെ മുറിയിലിരുന്നിട്ടാണ് സംസാരിക്കുന്നത്. പുറമേ നിന്നെ കാണാൻ വരുന്നവർക്ക് ഈ വായിൽ തുറന്ന് ഇതിലെ വരാലോ. വീടിൻ്റെ അകത്ത് ഉള്ളവർക്ക് വരാൻ വേണ്ടിയിട്ട് അപ്പുറത്ത് വേറെ വാതിലുണ്ട്. അപ്പം ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരാളെ കണ്ടാൽ ചോദിക്കാലോ ഏത് വഴിക്കാ വന്നതെന്ന്. പക്ഷെ ഈ ലക്ഷ്മി ഏത് വഴിക്കാ വന്നതെന്ന് ചോദിക്കേണ്ട കാര്യമുണ്ടോ? കൊട്ടാരത്തിൽ 4-5 വഴികളില്ലേ? ഭയങ്കര അർത്ഥതലങ്ങൾ അതിൻ്റെ പിറകിലുണ്ട്. ആ ലക്ഷ്മി നമ്മോട് ചോദിക്കുന്നുണ്ട് ഏത് വഴിക്കാണ് വരുന്നത്. എന്താണ്? അനവധി വഴികളുണ്ട്. ഒരു സാധനം കൊടുക്കുന്നുണ്ട്, ഏത് വഴിക്കാണ് കൊടുക്കുന്നതെന്ന്. ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്ന എനർജിയാണ് ലക്ഷ്മി. ഏത് രീതിയിലാണ് അതിനുള്ള പൈസ സമ്പാദിച്ച മാർഗമെന്നത്, ഇതാണ് അതിൻ്റെ അർത്ഥം. അല്ലാതെ ഏത് വാതിൽ തുറന്നിട്ട് ഏതിലെ ഒന്നുമല്ല. ലക്ഷ്യം അതിലൂടെ കൊടുക്കുന്നതല്ലാണ്, പക്ഷെ മാർഗം അറിയണം. ഏത് പൈസയുടെ കാര്യത്തിലും ഈ കാശ് എവിടുന്ന് കിട്ടി, മാർഗം അറിയണം. ലക്ഷ്മി അത് ചോദിക്കും. അമ്പലത്തിൽ വഴിപാട് വെച്ചു, തൃപ്തിയാവില്ല ലക്ഷ്മി. ആ ധനം ഏത് രീതിയിൽ ഉണ്ടാക്കിയതാണ്? കുചേരപത്നി തൊട്ടുള്ള വീടുകളിൽ ദാരിദ്ര്യം കൊണ്ട് പോയിട്ട് യാചിച്ച് വാങ്ങിയ ധാന്യം കൊണ്ടാണ് ഈ അവില്. ആ കാരണം കൊണ്ട് തന്നെ കൃഷ്ണൻ അനുഗ്രഹിച്ചപ്പോൾ ആരൊക്കെ ധാന്യം കൊടുത്തുവോ അവർക്ക് മുഴുവൻ അതിൻ്റെ ഗുണം ഉണ്ടായി. കഥയെ പറയുമ്പോൾ അവരുടെ വീടൊക്കെ ബംഗ്ലാവായിട്ട് മാറി എന്നാണ് കഥയിൽ നമ്മൾ പറയുക. അവർക്കൊക്കെ കിട്ടി. ഇന്ന് കൈയയച്ച് സംഭാവന ചെയ്യുന്നവരോടൊക്കെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്ന ശക്തിവിശേഷമാകുന്ന ലക്ഷ്മി ചോദിക്കുന്നുണ്ട് ഏത് വഴിയാണ് വന്നത്, ഇത് എന്ത് പൈസയാണ്, അധ്വാനിച്ച കാശാണോ? ഇത് ഈ അബിലിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ചില തൊഴിൽ ചെയ്യുന്നവർക്ക് ഇഷ്ടംപോലെ കാശ് കോടികൾ ഉണ്ടാക്കാമല്ലോ. അത് അവരുടെ പ്രൊഫഷൻ്റെ പ്രത്യേകതയാണല്ലോ. ആ പ്രൊഫഷനിലുള്ളവർ പൈസ ഉണ്ടാക്കുന്നതിൽ വലിയ അത്ഭുതമുണ്ടോ? അതിൽ അഭിമാനിക്കാൻ എന്താണുള്ളത്? ഏത് പാവപ്പെട്ടവൻ ചെന്നാലും ശരിക്ക് പിഴിയാവുന്ന സമ്പത്തുണ്ടാവും. അതൊരു അത്ഭുതമേ അല്ല. എങ്ങനെ ഉണ്ടാക്കി? താഴേക്കട എന്നാണ് പറയുന്നത്. എന്നിട്ടോ സേവനം ചെയ്തിട്ടാണോ അങ്ങനെ കോടാനുകോടി ഉണ്ടാക്കിയത്? ഗ്രാമീണ ഭാഷ പറഞ്ഞാൽ ആരെയും കമത്തിയിട്ട് തന്നെയാണ്. എന്നിട്ട് സേവനമാണ് ചെയ്യണത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും. കുചേല കൃഷ്ണൻ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. കൃഷ്ണൻ ഇതറിയാമായിരിക്കും. അതുമല്ലെങ്കിൽ രുക്മിണി ചോദിക്കും എന്ന് കൃഷ്ണൻ അറിയാം. ഇതറിയണം, നിങ്ങളുടെ ജീവിതം എന്തോ ആകട്ടെ, ഏത് മാർഗത്തിലൂടെയാണ് അത് വന്നത്, എന്താണ് നിങ്ങളുടെ പണി? മോഷ്ടിച്ച കാശ് അല്ലെങ്കിൽ പോലും പല രീതിയിൽ മോഷ്ടിക്കുകയാണല്ലോ ചെയ്യുന്നത്. തിരിച്ചുകൊണ്ട് കഴുത്ത് അറക്കുന്ന പോലെ. സ്വന്തം ലക്ഷ്യസ്ഥാനത്തെക്കുറിച്ച് എങ്ങനെ ഈ ധനം ഉണ്ടാക്കി എന്ന് ചിന്തിക്കണം. നമ്മളുടെ ജീവിതം മുഴുവൻ കുചേലന് കൃഷ്ണന് കൊടുത്ത അവിലാണ് നമ്മുടെ വീടും ബംഗ്ലാവും ഈ ശരീരവും ആരോഗ്യം മുഴുവൻ. വെറും അവിലിൻ്റെ കഥയല്ലാതെ. പുഞ്ചിരിച്ചുകൊണ്ട് ഭർത്താവിൻ്റെ അടുത്ത് നിൽക്കുന്ന ലക്ഷ്മി എത്ര ഭംഗിയായിട്ടാണ് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്. കുചേലൻ ഏത് വഴിക്കാണ് വരുന്നത്? അല്ല, മാർഗം നോക്കണ്ട, ലക്ഷ്യം നോക്കിയാൽ മതി. ലക്ഷ്യം എനിക്ക് ഇത്ര വലിയ ഇന്ത്യയിലത്തെ ഏറ്റവും വലിയ ബംഗ്ലാവ് പണിയാലാണ് ലക്ഷ്യമല്ല, മാർഗവും അറിയണം. വളരെ വലിയൊരു സന്ദേശം
രുക്മിണിയുടെ ഈ ചോദ്യത്തിലുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ ഈ യാത്ര ചെയ്യുമ്പോഴും ഒറ്റയ്ക്ക് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ഈ ലക്ഷ്മി ചോദിച്ച ചോദ്യത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കും. പുരാണ കഥകളിലെ ഓരോ കാര്യം ഇത്രയും ചിന്തിക്കേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആരാധ്യരായുള്ള പ്രേക്ഷകർ ഓരോന്ന് വായിക്കുമ്പോഴും അതിൻ്റെ അർത്ഥതലം നമ്മളെക്കുറിച്ചാണല്ലോ ഈ പറഞ്ഞത്. അത് ചിന്തിക്കണം, ചിന്തിക്കണ്ടേ എന്ന് ചിന്തിച്ചുകൊണ്ട് വാക്കുകൾ ചിന്തയ്ക്ക് വിട്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം.